കേരളത്തിലെ മികച്ച ആനകൾക്കെല്ലാം ഫാൻസ് അസോസിയേഷനുകളും അവയുടെ കമ്പക്കാരുമുണ്ട്. സൂപ്പർ താരങ്ങളുടെ ചിത്രങ്ങൾ റിലീസാകുന്ന ദിവസം ഫാൻസ് അസോസിയേഷൻ അംഗങ്ങൾ ഒരുക്കുന്ന പ്രകടനങ്ങൾക്ക് സമാനമായ ചില സംഗതികൾ തങ്ങളുടെ പ്രിയപ്പെട്ട ആന ഉത്സവ പറമ്പുകളിൽ കാലുകുത്തുന്ന അവസരങ്ങളിൽ ഫാൻസ് അസോസിയേഷൻകാരും ഒരുക്കാറുണ്ട്. പുഷ്പവൃഷ്ടിയും ആർപ്പുവിളിയും ആനയുടെ ഇഷ്ടഭക്ഷണങ്ങൾ വിളമ്പലുമെല്ലാം അതിലുൾപ്പെടും. തെക്കൻ ദേശത്ത് ഒത്തിരി ആരാധകരുള്ള ഒരു ഒത്ത കൊമ്പനാണ് ആതിര വിനോദ്. കൊല്ലം ആതിരയിൽ രവി മുതലാളിയുടെ ആനയാണിവൻ. വീണെടുത്ത കൊമ്പുകളും ഉയർന്ന മസ്തകവും ഉത്സവപ്പറമ്പുകളിലെ തലയെടുപ്പുമെല്ലാം ഇവൻ്റെ പ്രത്യേകതയാണ്. ഈ മെറിറ്റുകൾ തന്നെയാണ് ആരാധകരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതും. കൊലകൊമ്പന്മാരായ ഒന്നിലധികം ആനകൾ വിരാജിക്കുന്ന ആതിര വീടിൻ്റെ ഐശ്വര്യവും അഭിമാനവുമായി ഇവനെക്കുറിച്ച് നല്ലത് മാത്രമല്ല, പറയുമ്പോൾ 100 നാവാണ് ആരാധകർക്ക്. 10 വർഷം കൊണ്ട് ഈ ആനയെ നേരിട്ടറിയാവുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഈ ആന കാഴ്ചയിൽ കേരളത്തിലെ നാടനാനകളുടെ രൂപസാദൃശ്യമുള്ള ആനയാണ്. അതുപോലെ സ്വഭാവം, മതപ്പാടിൽ പോലും ആനയെ എഴുന്നള്ളിക്കാവുന്ന അത്ര സ്വഭാവശുദ്ധിയുള്ള ആനയാണ്. ഇതിനെ കെട്ടിയഴിക്കേണ്ട ആവശ്യമേ ഇല്ല. കാര്യം പഴയ പാപ്പാൻ മാറി പുതിയ പാപ്പാൻ വന്നപ്പോൾ വടിക്കമ്പിന് ഒരു അടി പോലും കൊടുക്കാണ്ട് പുതിയ പാപ്പാൻ ആനയെ ചട്ടമാക്കി കൊണ്ടുപോയത്. അത്ര ശാന്ത സ്വഭാവിയും, പിന്നെ തലയെടുപ്പും, പിന്നെ ഒറ്റ നിലവെന്ന് പറയും. ആന എഴുന്നള്ളിച്ച് നിർത്തി കഴിഞ്ഞാൽ ഒറ്റ നിലവിൽ ആന നിൽക്കും. ആനക്കാരൻ വടിക്കമ്പ് കൊണ്ട് പൊക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒറ്റ നിലവാണ്. പിന്നെ വീണെടുത്ത കൊമ്പുകളാണ്. എല്ലാ സ്വഭാവവും അഴകും ഒക്കെ ഒത്തിണങ്ങിയ ആനയാണ് ഈ വിനോദ്. കൂട്ടാനയുടെ ശല്യമൊന്നുമില്ല. കൂടെ എഴുന്നള്ളിക്കുന്ന ആനകളോട് യാതൊരുവിധ ശല്യമില്ല. ആർക്ക് വേണമെങ്കിലും എഴുന്നള്ളിക്കാം. ആരോടും യാതൊരു വഴക്കുമില്ല. എനിക്ക് ആരോടും ഒരു പിണക്കവുമില്ല. അതിലെ വിനോദിനെക്കുറിച്ച് വളരെ കുറച്ച് കാലമായിട്ട് നമുക്ക് അടുത്തറിയാവുന്ന ആനയാണ്. വളരെ സൗമ്യനാണ്. ഞങ്ങൾക്കൊക്കെ വളരെ താല്പര്യമുള്ള ഒരു ആനയാണ്. വളരെ ലക്ഷണമൊത്ത ഒരു ആനയാണ്. ഞങ്ങൾക്കുള്ള ആനയുടെ സത്യം പറഞ്ഞ ഒരു ആനപ്രേമം ഞങ്ങൾക്കുണ്ടായത് ആതിര വിനോദ് വഴിയാണ്. ആതിര വിനോദ് 2 കൊല്ലമായി ഇപ്പോൾ എറണാകുളം ജില്ലയിലേക്ക് ഒരു എടുത്തു വളരുന്ന ഒരു ആന, അല്ലെങ്കിൽ വളരെ അറിയപ്പെട്ടു വരുന്ന ഒരു ആന ആണ് ആതിര വിനോദ്. ഇപ്പോൾ എറണാകുളം ജില്ലക്കാർക്ക് കഴിഞ്ഞ കൊല്ലമാണ് ആതിര വിനോദിനെ പരിചയപ്പെടുത്തിയത്. തൃപ്പൂണിത്തുറയിൽ ഏകദേശം മെയിൻ ഒരു ഉത്സവങ്ങളിൽ ഒരു പ്രധാന ഘടകം എന്നുള്ള തൃപ്പൂണിത്തുറ ഉത്സവത്തിന് ആതിര വിനോദ് വരികയും അങ്ങനെ തന്നെ ആനയ്ക്കൊരു നല്ലൊരു പേരുണ്ടാവുകയും ചെയ്തു. പിന്നെ എറണാകുളം, തൃശ്ശൂർ ഭാഗങ്ങളിലേക്ക് ഇനിയും ആതിര വിനോദ് വരണമെന്നാണ് എൻ്റെയും എന്നെപ്പോലുള്ള ആനപ്രേമികളുടെയും ഒരാഗ്രഹം.